ഹലോ, അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളുണ്ട്. ഇന്നും കൂടി സ്കൂളുള്ളൂ. ഇന്നിവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ പോകണം. അത് രാത്രിയാണെങ്കിൽ ഒരുപാട് ലേറ്റായി സ്കൂളിൽ നിന്ന് വരാൻ. ഉണ്ണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കണം. ഉണ്ണി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കണം. ഉണ്ണിക്ക് ബ്രേക്കിന് വരാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഉണ്ണി കഴിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി കേട്ടോ. 6:45 നമുക്ക് പഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഉണ്ണി റെഡിയായി, ഞാനും റെഡിയായി പോവാണ് കേട്ടോ. ഇത് ഉണ്ണിയുടെ ഇന്ന് ക്രിയേറ്റീവ് ആർട്സ് ഉണ്ട്, അതിനുള്ള സാധനങ്ങളാണ് കേട്ടോ. വീടിന് തൊട്ടടുത്താണ് കേട്ടോ സ്കൂള്. ഒരു മിനിറ്റ് കാലൊന്നും ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തും. നമുക്ക് 6:45 പഞ്ചിങ്. ഉണ്ണിക്ക് ക്ലാസ് 6:50 കേട്ടോ തുടങ്ങുക. അപ്പം നമുക്കിപ്പോൾ ബ്രേക്കിന് പോവാണ്. 35 മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്കൂളിലോട്ട് പോകണം. ഇപ്പോൾ ഞാൻ ഇന്ന് വരാൻ കുറച്ചധികം വൈകിപ്പോയി. സാധാരണ കുറച്ച് രാവിലെ വരാറുണ്ട്, ബ്രേക്കിന് മുമ്പേ വരാറുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 12:45 വരെ നമുക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ ഉണ്ണിക്ക് ഇന്ന് 11:35 വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ 11:30 വരെ അവൾക്ക് ക്ലാസ് ഉള്ളൂ. അപ്പോൾ 11:30 ആകുമ്പോൾ അവൾ വരും. അപ്പോൾ അവളെ വീട്ടിൽ വീണ്ടും കൊണ്ടുവന്ന് വിടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോകണം. 12:45 വരെ അവിടെ ഇരിക്കണം. പിന്നെ ഇന്ന് നമുക്ക് ആനിവേഴ്സറിയുടെ കുറേ സ്കൂളിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ പ്രോഗ്രാം ഉണ്ട് ഇന്ന്. ഇപ്പോൾ നൈറ്റിലും വൈകുന്നേരമൊക്കെ ആയിട്ട്. അപ്പോൾ വൈകുന്നേരം അതിൻ്റെ പ്രിപ്പറേഷന് പോകണം. നൈറ്റിലാണ് പ്രോഗ്രാം വരുന്നത്. പിന്നെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. ഇന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ച നമുക്ക് അവധിയാണ്. മിഡ് ബ്രേക്ക് ആണ് കേട്ടോ. സെക്കൻഡ് ടേമിൻ്റെ മിഡ് ബ്രേക്ക് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരാഴ്ച അവധിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. എന്നാലും നാളെ തൊട്ട് അവധിയാണല്ലോ, അടുത്ത ഒരാഴ്ച പോകണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നന്നായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് പാത്രം കഴുകലാണ് കേട്ടോ. ഇന്ന് പാത്രം കഴുകാം. ഉണ്ണിക്കിതുപോലെ ഇടയ്ക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ട് അവൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ രാവിലെ അവൾക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇൻ്റർവെല്ലിൽ കഴിക്കാനായിട്ട് ചെറിയൊരു സ്നാക്സും കൂടി അവൾ കൊണ്ടുപോകും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോകണം, അത് മസ്റ്റാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ജങ്ക് ഫുഡ് അല്ലാതെ വേറെ എന്ത് സ്നാക്ക് ഐറ്റംസ് വേണമെങ്കിലും അവർക്ക് കൊണ്ടുപോകാം. ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. ഒരു സിംഗിൾ പാരൻ്റായിട്ട് അവിടേക്ക് വരികയാണെങ്കിൽ കുട്ടിയെ നോക്കുന്നത് ബുദ്ധിമുട്ടാണോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഉണ്ണി എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ സിംഗിൾ പാരൻ്റായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മോള് കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര വലിയൊരു ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ എൻ്റെ ചുറ്റുപാടുകളൊക്കെ എനിക്ക് നല്ല തന്നെയായിരുന്നു ഇതുവരെ. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും എനിക്കൊരു സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല. മാൽദീവ്സിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രിവിലേജും അത് തന്നെയാണ് കേട്ടോ. എനിക്ക് നാട്ടിലാവുമ്പോൾ എനിക്ക് ഒരുപാട് പേരുടെ ഹെൽപ്പ് വേണമായിരുന്നു കുഞ്ഞിനെ നോക്കാൻ. ഇവിടെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആ ഒരു കാര്യത്തിൽ. എനിക്ക് കിട്ടിയ ഒരു പ്രിവിലേജല്ലോ. കാരണം എൻ്റെ മോളെ എനിക്ക് നന്നായി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരിക്കലും എൻ്റെ ജോലിയെയും ബാധിക്കുന്നില്ല എന്ന കാര്യത്തിൽ. ഇതിൽ നമുക്ക് 2-3 മാർക്കറും കൂടി എടുത്തിട്ട് പോകും. ഏത് കളറാണ് വേണ്ടേ? റെഡും ഒരു ഈ കളർ എടുക്കാം. ക്ലാസ് അപ്പോൾ എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു. ഞാൻ പോവാണ് സ്കൂളിലോട്ട്. ഉണ്ണിയുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അവളെ പോയി കൂട്ടണം. അതിനിടയിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഒരാൾ ഇവിടെ എൻ്റെ കൂടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അവൾക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ചെറിയ കുട്ടികൾക്ക് കീ സ്റ്റേജ് 1-നും 2-നും 11:30 വരെയാണ് ഇവിടെ ക്ലാസ്. കീ സ്റ്റേജ് 3-നും 4-നും 12:05 വരെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ സ്റ്റാഫ് 12:45 വരെ ഇവിടെ ഇരിക്കണം. നമുക്ക് 6 മണിക്കൂറാണ് നമ്മളുടെ വർക്കിംഗ് ടൈം. അപ്പോൾ ഉണ്ണി അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ പറയുന്നതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തോടു കൂടിയേ നമുക്ക് ക്ലാസ്സുള്ളൂ. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നീ ക്ലാസ് കഴിഞ്ഞോ? കയ്യിൽ എന്തൊക്കെയുള്ളൂ നോക്കിയാൽ കാണിച്ച്. വീടെത്തിയപ്പോൾ അദ്ദേഹം ഒരാൾ നേരെ ഓടി പോവാണ് കേട്ടോ. നല്ല വെയിലാണ്. ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇനി നമുക്ക് 1:30 വീണ്ടും സ്കൂളിൽ പോകണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 12:45 വരെയാണ് ഡ്യൂട്ടി ടൈമെങ്കിലും നമ്മൾ അതിനുശേഷം എപ്പോൾ വിളിച്ചാലും നമ്മൾ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കണം. അപ്പോൾ 1:30 വീണ്ടും സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ വീട്ടിലേക്ക് എത്തി. ഇനി പോയിട്ട് കുക്ക് ചെയ്യണം, കുഞ്ഞിനെ ഫീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലോട്ട്.
അപ്പോൾ നമ്മുടെ വൈകുന്നേരം ഉണ്ടായിരുന്ന പ്രോഗ്രാം ഉച്ചയ്ക്ക് 1:30 മാറ്റി. അപ്പോൾ ഞാൻ ഓടി വന്ന് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ടാസ്ക്. 1:30 മുമ്പ് എനിക്കിതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്കൂളിലോട്ട് പോകണം. ഉണ്ണിക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ 12:45 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലോട്ട് പോകേണ്ട ആവശ്യമില്ല, പിറ്റേ ദിവസം പോയാൽ മതിയാവും. ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോഴാണ് നമ്മൾ കുറച്ചൊന്ന് നമ്മുടെ ഷെഡ്യൂളൊന്ന് ഹെക്റ്റിക് ആവുക. അല്ലാത്ത ദിവസങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉണ്ണി ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അവൾക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും. എനിക്ക് ഒരുപാട് ഹെഡേക്ക് ഒന്നും തരാത്ത നല്ലൊരു മോളാണ് ഉണ്ണി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കുക്ക് ചെയ്താലും അവൾ കഴിക്കും. പിന്നെ അവളുടെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാറുള്ളത്. ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഒഴിവ് സമയം നമുക്ക് കിട്ടാറുണ്ട്. ഉണ്ണി സ്കൂളിൽ നിന്ന് വന്നു, ഉണ്ണി ലഞ്ച് കഴിക്കുകയാണല്ലോ. ഉണ്ണി ഇന്നത്തോടെ കഴിഞ്ഞില്ലേ? ഇനി ഞങ്ങൾക്ക് ഉണ്ണിക്കിനി അടുത്ത ഒരാഴ്ച പോകണ്ട അല്ലേ? ഹാപ്പിയാണ്? ഹാപ്പിയാണോ? ശരി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവധി ഉണ്ടാവും. ഓഗസ്റ്റിലാണോ അല്ലേ? ജൂലൈ ലാസ്റ്റ്, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഇതുപോലെ 2 വീക്സ് അവധി ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ടൈം ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതാ സെക്കൻഡ് ടൈം തുടങ്ങി. പിന്നത്തെ മാസം വീണ്ടും ഒരാഴ്ച അവധിയാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവധി കിട്ടും ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉണ്ണിക്കും അവധി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഒരാഴ്ച അടിച്ചു പൊളിച്ച് അല്ലേ, രാവിലെ എണീക്കണ്ട, ഇഷ്ടംപോലെ സമയമുണ്ട്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്തു. നമ്മൾ നേരെ സ്കൂളിലോട്ട് പോകണം കേട്ടോ. നമുക്ക് 2:30 വരെയാണ് ഇവിടെ പ്രോഗ്രാം. അങ്ങനെ സ്കൂളിലെത്തി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് തന്ന ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ 4:30 കഴിഞ്ഞു കേട്ടോ. ഇനി രാത്രിയിൽ വീണ്ടും വരേണ്ടി വരും. പോയിട്ട് നന്നായിട്ട് ഉറങ്ങണം എനിക്ക്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി കേട്ടോ. ഇനിയിപ്പോൾ രാത്രി സെലിബ്രേഷനാണ് ആനിവേഴ്സറീൻ്റെ. അപ്പോൾ ഇന്നത്തോടുകൂടി ഞങ്ങൾക്ക് സ്കൂൾ പൂട്ടും ഇവിടെ. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡിയാണ്. ഇതാണ് കേട്ടോ, ഗ്രീൻ കളറാണ് ഇടാൻ പറഞ്ഞത്. ഞാനൊരു പീക്കോക്ക് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കളറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സ്കൂളിൽ കാണാം. ചെറിയ കുട്ടികൾ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മാത്രമാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമുക്കിവിടെ രാത്രിയിൽ ഫുൾ ടൈം റോഡിൽ ഇങ്ങനെ വെട്ടമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂളിലോട്ടെത്തി. എങ്ങനെയുണ്ട് ഈ ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട്? നമ്മൾ ഉച്ചയ്ക്ക് വന്നിരുന്ന് കുറേ വർക്കൊക്കെ ചെയ്തില്ലേ? ഉച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങൾ ഈ ഒരു ഡെക്കറേഷൻ്റെ പിറകെയായിരുന്നു. ആ കാണുന്ന ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയാണ്. അപ്പം നമ്മളുടെ ടീമാണ് കേട്ടോ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്? ഈ ഗേറ്റും ഈ ബാക്ക്ഡ്രോപ്പ് ഒക്കെ നമ്മളാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് നേരം ഞാൻ ആ ചുരിദാർ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. ഈ ചുരിദാർ കുറേ വർഷം മുൻപുള്ളതാണ് കേട്ടോ. എനിക്കൊരു ആനിവേഴ്സറിക്ക് രതീഷ് ഗിഫ്റ്റ് ചെയ്തതാണ്. എങ്ങനെ പോയാലും ഒരു 9 വർഷത്തോളം ആയിട്ടുണ്ടാവും ഈ ഒരു ചുരിദാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചുരിദാർ. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു. ഇന്നത്തോടു കൂടി ഇവിടെ ആനിവേഴ്സറി സെലിബ്രേഷൻ കഴിയും കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു, റിഫ്രഷ്മെൻറ്റ്. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അത്രയുള്ള ഉണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ ദിയ സൈനിങ് ഓഫ്.